ഭൂമിയിലെ തികച്ചും ഒറ്റപ്പെട്ട ഏറ്റവും അപകടകരമായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരിടം. 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യകളോ ഇന്റർനെറ്റോ പുറം ലോകത്തെ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഇന്നും ശിലായുഗത്തിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ സാമ്രാജ്യം. പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനം വിലക്കപ്പെട്ട ഒരിടം. അതാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ. 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് പവിഴപ്പുറ്റുകളാൽ സംരക്ഷിക്കപ്പെട്ട ഒരിടമാണ്. ആൻഡമാനിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും അതേ ദ്വീപ് സമൂഹത്തിന്റെ മറ്റൊരു ഭാഗമായ നോർത്ത് സെന്റിനൽ സഞ്ചാരികൾക്ക് ഇന്നും അന്യമാണ്. കഴിഞ്ഞ 60,000 വർഷങ്ങളായി ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ആദ്യകാല മനുഷ്യരുടെ പിൻതലമുറക്കാരാണ് ഇവിടുത്തെ ഗോത്രവർഗക്കാർ. സെന്റിനൽ ദ്വീപിൽ വസിക്കുന്നവരായതുകൊണ്ട് സെന്റിലീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 40 ഗോത്രവംശജർ ഇവിടെയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കില്ല. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ജനവിഭാഗത്തിന്റെ പ്രധാന ഭക്ഷണമാർഗം വേട്ടയാടലും വനോൽപ്പന്നങ്ങളുമാണ്. കാട്ടുപന്നിയുടെ മാംസം വ്യാപകമായി ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവർക്ക് സംഖ്യകളോ കലണ്ടറുകളോ പണമോ അറിയില്ല. സ്വന്തമായി ഒരു ഭാഷയുണ്ട്, പക്ഷേ അത് ലോകത്താർക്കും മനസ്സിലായിട്ടില്ല. കാരണം അവരോട് സംസാരിക്കാൻ ചെന്നവരാരും ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ദ്വീപിലെ മനുഷ്യവാസം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് പര്യവേഷകനായിട്ടുള്ള ജോൺ റിച്ചിയാണ്. 1771 അത്. ഗോത്ര നിവാസികളുമായി പലതവണ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. 1800-കളിൽ ബ്രിട്ടീഷുകാർ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. പിന്നീട് 1960-കൾ മുതൽ ഇന്ത്യൻ സർക്കാർ നരവംശ ശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ സമ്പർക്കത്തിന് ശ്രമിച്ചു. തേങ്ങകളും പഴങ്ങളും നൽകി അവരെ ആകർഷിക്കാൻ നോക്കിയെങ്കിലും പലപ്പോഴും അവർ അമ്പുകളും കുന്തകളുമായി പാഞ്ഞെടുത്തു. ഏറ്റവും വലിയ തെളിവ് 1981 അവിടെ കുടുങ്ങിയ പ്രിംറോസ് എന്ന ചരക്കു കപ്പലാണ്. ദ്വീപിന്റെ തീരത്ത് മണലിൽ ഉറച്ചുപോയ കപ്പലിലെ ജീവനക്കാർ കണ്ടത് അമ്പുകളുമായി തങ്ങളെ കൊല്ലാൻ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ്. ഭാഗ്യവശാൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഗോത്രവർഗക്കാർക്ക് കപ്പലിലേക്ക് എത്താനായില്ല. വൈകാതെ ഹെലികോപ്റ്റർ മാർഗം ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ലോകം മുഴുവൻ നടങ്ങിയ 2004 സുനാമിക്ക് ശേഷം ഈ ദ്വീപ് നിവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒരു ഹെലികോപ്റ്റർ അയച്ചു. ദ്വീപ് നശിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നപ്പോൾ ഒരു ഗോത്രവർഗക്കാരൻ പുറത്തേക്ക് ഓടി വരികയും ഹെലികോപ്റ്ററിന് നേരെ അമ്പുകളയുകയും ചെയ്തു. ഞങ്ങളെ സഹായിക്കാൻ ആരും വരേണ്ട, ഞങ്ങൾ അതിജീവിക്കാൻ പഠിച്ചവരാണ് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. 2018 ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത സെന്റിനൽ ദ്വീപിൽ നിന്നും പുറത്തു വന്നു. ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ യുവാവ് നിയമവിരുദ്ധമായി മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ഈ ദ്വീപിലെത്തി. ഗോത്ര നിവാസികൾക്ക് ഒത്തിരി സമ്മാനങ്ങളുമായാണ് ജോൺ അവിടെ എത്തിയത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. തങ്ങളുടെ താമസ സ്ഥലത്തെത്തിയ അപരിചിതനായ ജോണിനെ ദ്വീപ് നിവാസികൾ വകവരുത്തി. അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും കണ്ടെടുക്കാൻ സാധിച്ചില്ല. അവരുടെ ഏകാന്തതയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു അത്. സർവൈവൽ ഇന്റർനാഷണലിന്റെ അഭിപ്രായ പ്രകാരം ലോകത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ഗോത്രക്കാർ. അതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പകർച്ചവ്യാധികളെ ചെറുക്കാനുള്ള ശേഷി ഇവർക്ക് താരതമ്യേന കുറവാണ് എന്നതാണ്. ദ്വീപിലെത്തുന്നവരെ അമ്പെയ്ത് കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് ഈ ഗോത്രക്കാരെ പൊതുവെ കണക്കാക്കുന്നതെങ്കിലും ഇവർ ആക്രമിക്കുന്നത് പേടി കൊണ്ടും സ്വയരക്ഷയ്ക്കും വേണ്ടിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.